മരത്തടിയുന്നില്ല. ഞാൻ വിചാരിച്ചു അവനെ കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനത്തില. ഞാൻ വിളിച്ച അതിനൊന്നും ആയിരുന്നില്ല. അതിനിടയിൽ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ചു ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പൊ ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ ദീപു കുഞ്ഞിരാമൻ ദീപുടെ കയ്യിൽ കുറെ വർഷങ്ങളായിട്ട് ദീപു ഭയങ്കര ഒരു റൊമാൻസ് പരിപാടികളില്ല. സ്നേഹമാണ് പേരായിട്ട് വരുന്നത്. ആ കഥയിൽ അങ്ങനെ ഒരു എടുത്തു പറയുന്നൊക്കെ ഒരു റൊമാൻസ് പരിപാടികളില്ല. കഥ തന്നെ നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ ഈ ഗാനങ്ങളുടെ ട്രൂപ്പിനകത്ത് ഒരു ഭാഗമാണ്. അപ്പൊ ഓൾറെഡി ഹാഫേ ഞങ്ങള് പണയത്തിലാണ് ഈ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതൊരു പരിപാടിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോ ആ ഒരു ടൈമില് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ബേസിൽ ഇപ്പൊ ഒരു ലോഡ് ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലം നാളെ ഇറങ്ങിയപ്പോ ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചു പറഞ്ഞു. ധ്യാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഡ് ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല നല്ലതൊക്കെ തമാശക്ക് നമ്മളെ പറയുന്നതല്ലേ ഇതൊക്കെ. ഇത് നമ്മള് ബേസിനോട് ചോദിച്ചപ്പോ ബേസിനോട് പറഞ്ഞു ഞാനിന്നലെ വിചാരിച്ചു പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് മനസ്സിലാവും. അല്ല ഞാൻ പറയുന്നത് നമ്മള് ഞാൻ അവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ളത്. അപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്നവളൊന്നുമല്ല. അപ്പൊ മദ്യപിക്കുക തന്നെ എനിക്ക് ഏറ്റവും കാലായിരിക്കും തഞ്ച അപ്പൊ അല്ല അങ്ങനെയല്ല. അത് നമ്മൾ ഉപയോഗിക്കാത്തുള്ള രണ്ടു സാധനങ്ങളൊന്നും അങ്ങനത്തെ അവനെ കണ്ടാ തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അവനൊരു ചെറിയൊരു ഡബ്ബയിൽ എനിക്ക് മൂന്നാറിലായിട്ടുള്ള സമയത്തായിട്ട് എനിക്കൊരു നമ്മുടെ ഈ ബോട്ടിലിന്റെയൊക്കെ ക്യാപ്പിൽ നമ്മളെനിക്ക് കഴിച്ചു കൊടുക്കില്ല. അതിൽ കഴിച്ചാൽ തന്നെ അവൻ അപ്പൊ അങ്ങനെയുള്ള അല്ല അതൊക്കെ നമ്മൾ വെറുതെ തമാശക്കെന്ന് പറഞ്ഞു. അവന്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നതന്നെ. അവന്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മളെ. അവൻ തന്നെ വിളിക്കുന്ന അതാ നല്ല കാര്യമല്ലേ. ഇപ്പൊ അയ്യോ ഇല്ലല്ല, ഞാൻ രാജേട്ടനാണ് സംവിധാനം ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നം താലിയായിരുന്നു. ഒത്തിരി സിനിമകൾ ചെയ്യുകയും അതിൽ ഭൂരിഭാഗവും ബോംബായി പോവുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ സമയത്ത് എപ്പോഴെങ്കിലും ഈ പുല്ല് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ആ ഒരു ഫ്ലോയിലൊക്കെ പോവാന്നല്ലാതെ നമ്മൾ അതിനെ കുറിച്ച്, കാരണം അച്ഛനും കഴിഞ്ഞപ്പോഴും എന്നോട് നമ്മളൊരു ഇന്റർവ്യൂ വരുന്ന സമയത്ത് ചോദിച്ചു. ആ സമയത്ത് അവര് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മനുഷ്യനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട്. അപ്പൊ ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ മോശം സിനിമയെ പൊട്ടിയ ആദ്യ സിനിമയെ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പോ ഇവരാരും തന്നെ ഒരു ബോംബ് ഇറക്കിയേക്കാം അല്ലെങ്കിൽ ബോംബ് ഇട്ടേക്കാം എന്നൊക്കെ സിനിമയിൽ നിന്നല്ല. ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിനിമ വീണു പോകുന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമക്ക് എന്ത് റെലവൻസ് എന്നൊക്കെ തോന്നിയിട്ട് ആൾക്കാരും റിജക്ട് ചെയ്ത് കളയും സിനിമയെ. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയെ കുറിച്ച്. ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയി ഇല്ല. കണ്ടാ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. കാരണം അത് December 15 സിനിമ ഇറങ്ങിയത്. 22 പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു. അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മള് ആകെ അഭിപ്രായം കിട്ടിയത് എനിക്കൊന്ന് ഉടലും മറ്റേ അധിക ദിവസത്തിന് തിരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആളുകൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ. അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്.
അല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാറില്ല. സത്യല്ലേ? എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ പേരുടെ സിനിമയൊന്നും ഓടാറില്ല. കാരണം 100, 110, 30 സിനിമയിൽ നിന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നു 10, 20 സിനിമകളാണ് കഴിഞ്ഞ വർഷം ഞാൻ മുന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിലൊരു 30, 40 സിനിമ എന്റെ ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ ഈ വർഷം മാറിയപ്പോ സിനാരിയൊക്കെ മാറി. എനിക്കൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി, സിനിമകൾ ഹിറ്റാവുന്നു. അപ്പൊ ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല, സുവർണ്ണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെ. ഏത് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാര് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിലെ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയും മുന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവാ. നല്ലത് വരും, ഈ പറഞ്ഞ പോലെ മോശം സിനിമകളും വരും. അതിന് ഞാനിപ്പോ എന്തായാലും വളരെ ചൂസ് ചെയ്ത പോലെ പിക്ക് ചെയ്തിട്ടൊന്നും പോണില്ല. ഇപ്പൊ പോകുന്ന പോലെ പോട്ടെ എന്നായിരിക്കും.